ഹായ് ഓൾ, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ലിംഗ്വിസ്റ്റിക് കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. MEG04 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളെ ലിറ്ററേച്ചർ കോഴ്സസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലിറ്ററേച്ചറിൽ നിങ്ങൾ പ്രോസ് പഠിച്ചു, പോയട്രി പഠിച്ചു, ഡ്രാമ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം എഴുതപ്പെട്ട മീഡിയം, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീഡിയം ഇൻ വിച്ച് ഇറ്റ് ഈസ് റിട്ടൺ. അപ്പൊ ആ മീഡിയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അതായത് ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജ്, അതിന്റെ നേച്ചർ, ഫങ്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ക്ലാസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്മുടെ സ്ട്രക്ചർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും. ലാംഗ്വേജിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് ഐ ഹാവ് ഗിവൺ സം തോട്ട്സ് ഓർ സം ഒപ്പീനിയൻ ഓഫ് ഗ്രേറ്റ് റൈറ്റേഴ്സ്. അപ്പൊ ആ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ എലൂസിഡേറ്റ് ചെയ്ത് എടുക്കണം, കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് നമുക്കറിയാം, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് അല്ലെ. അപ്പൊ സയന്റിഫിക് സ്റ്റഡി ആകുമ്പോഴത്തേക്കിനും എന്താ, അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു കീ ടേംസ് കുറെ ഉണ്ടാവും. അപ്പൊ ആ കീ ടേംസ് സയന്റിഫിക് സ്റ്റഡിയിലൊക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ട് കുറച്ച് ടേംസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കീ ടേംസ് ഉണ്ട്. ആ കീ ടേംസ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടേംസ് ഒക്കെ ആ ഒരു വെക്കാബുലറി നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് ആ വേർഡ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എപ്പോഴും ക്ലാസ് കാണാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പെൻ കയ്യിൽ ഉണ്ടാവുക. എന്നിട്ട് ഈ പറഞ്ഞ ടേംസ് എങ്കിലും ഐഡിയാസ് എന്തെങ്കിലും കിട്ടുന്ന ഐഡിയ അല്ലെങ്കിൽ ടേംസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ ഓഫ് ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും. പിന്നെ നമ്മൾ പോകുന്നത് ഹൗ ആൻഡ് വൈ ഡിഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ്, എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ്. അപ്പൊ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ ഒന്നും ഇല്ല, പക്ഷേ വി ഹാവ് സം ഹൈപ്പോത്തറ്റിക്കൽ തിയറീസ്. ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള തിയറീസ് കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തിയറീസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ 4 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം കുറച്ച് എന്താ പറയാ, ഊഹാപോഹങ്ങളാണ്. അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു തിയറി ഒന്നും അല്ല, പക്ഷെ ഒരു ഊഹാപോഹങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഹ്യൂമൻ ലാംഗ്വേജും ആനിമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനെ ആ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ലാംഗ്വേജിന്റെ ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദിസ് ടോപ്പിക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. വരാൻ സാധ്യതയുള്ള, ഈ പേപ്പറിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലാംഗ്വേജിന്റെ ഒരു ഡെഫിനേഷൻ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ഡെഫിനേഷൻ പറഞ്ഞു നോക്കാമോ, എന്തായിരിക്കാം ലാംഗ്വേജ്? അപ്പൊ ഹോപ്പ്ഫുള്ളി നിങ്ങൾ പറയാൻ പോകുന്നത് ലാംഗ്വേജ് ഇറ്റ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു മീഡിയമാണ്, കമ്മ്യൂണിക്കേഷന്റെ ഒരു മീഡിയമാണ്. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഫീലിങ്സ് ആവാം, തോട്ട് ആവാം, ഇമോഷൻസ് ആവാം, അങ്ങനെ ഐഡിയാസ് ആവാം, അങ്ങനെ പല കാര്യം. സോ ലാംഗ്വേജ് ഇസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് തോട്ട്, ഫീലിംഗ് ഓർ ഇമോഷൻ, എന്തുവാകും, ഐഡിയ എന്തുവാകും. ഓക്കെ. അപ്പൊ സോ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആയിരിക്കും ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ഇറ്റ് ഈസ് എ കോഡ് ഇൻ ഓർ സിമ്പിൾ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയം ആണെന്ന് പറയാം, സിമ്പിൾസ് ആണെന്ന് പറയാം, ഒരു കോഡ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെന്താണ്, ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അല്ലെ. ഹ്യൂമൻ ബീങ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതും ശരി തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് സ്വന്തമായിട്ട് അറിയാം. അപ്പൊ അതിൽ നിന്ന് ഒന്നുകൂടി ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എന്താ പറയാ കോട്സ് നമുക്ക് നോക്കാം. അപ്പൊ അവരുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ടേംസ് നമുക്ക് നമ്മുടെ ആൻസറിൽ നമുക്ക് ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഈ കോട്സ് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള കോട്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ സിംഗിൾ പൊസഷൻ ഓഫ് ദ ഹ്യൂമൻ റേസ്. അപ്പൊ ഹ്യൂമൻ റേസിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, അവരുടെ മാത്രമായിട്ടുള്ള ഒരു പൊസഷൻ ആണ്, അവർക്ക് മാത്രം അവകാശപ്പെടാൻ, മനുഷ്യന് മാത്രം അവകാശപ്പെടാനുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്നാണ് ചാൾസ് ഫ്രാൻസിസ് ഹോക്കറ്റ്
പറയുന്നത്. ചാൾസ് ഫ്രാൻസിസ് ഹോക്കറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്. അപ്പൊ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ചാൾസ് ഫ്രാൻസിസ് ഹോക്കറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ സിംഗിൾ പൊസഷൻ ഓഫ് ഹ്യൂമൻ റേസ്. ഹ്യൂമൻ റേസിന്റെ മാത്രം അവകാശപ്പെടാനുള്ള ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ആൻഡ് അതിനുശേഷം വില്യം വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ജർമ്മൻ ലിംഗ്വിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഈസ് മാൻ ത്രൂ ദ യൂസ് ഓഫ് ലാംഗ്വേജ് അലോൺ. ലാംഗ്വേജിന്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമുക്ക് റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ജംഗിൾ ബുക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ജംഗിൾ ബുക്കിൽ മോഗ്ലിനെയൊക്കെ അറിയാം. അപ്പൊ മോഗ്ലി എന്താണ്? മോഗ്ലി ഒരു മാൻ കബ് എന്നാണ് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. മാൻ കബ് എന്ന് പറയാൻ കാര്യം എന്താ? മാൻ കബ് എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന വൂൾസ് അതിന്റെ കുഞ്ഞുങ്ങളെയാണ് ഈ പറയുന്ന കബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലയണിന്റെ കുഞ്ഞുങ്ങളെ കബ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ മോഗ്ലിനെ റെഫർ ചെയ്യുന്നത് മാൻ കബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാൻ കബ് എന്ന് പറയാൻ കാര്യം അവിടെ മനുഷ്യനാക്കി ആ ഒരു വ്യക്തിയെ, ആ ഒരു മോഗ്ലി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയെ എടുത്തു കാണിക്കാനായിട്ട് അവിടെ ഒന്നും തന്നെ ഇല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലാംഗ്വേജ്. അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആനിമൽസിനോടാണ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ അവൻ അറിയാം, പക്ഷെ ഹി ഡോണ്ട് നോ ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പൊ സോ മാൻ ഈസ് മാൻ ത്രൂ ദ യൂസ് ഓഫ് ലാംഗ്വേജ് അലോൺ. ലാംഗ്വേജിന്റെ ഉപയോഗമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതാണ് വില്യം വോൺ ഹംബോൾട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ ലിംഗ്വിസ്റ്റ് പറയുന്നത്. ഇനി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. സിംഗിൾ പൊസഷൻ ഓഫ് ഹ്യൂമൻ റേസ്. ലാംഗ്വേജ് എന്ന ഒരു സിംഗിൾ പൊസഷൻ ഓഫ് ഹ്യൂമൻ റേസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇറ്റ് ഈസ് വാട്ട് മേക്സ് മാൻ. യൂസ് ഓഫ് ലാംഗ്വേജ് അലോൺ മേക്സ് മാൻ എ മാൻ. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് ലാംഗ്വേജിന്റെ യൂസ് ആണ്. അടുത്ത് നമുക്ക് പറയാം ഡെഫിനിഷൻസ്. നമ്മൾ ഇങ്ങനെ ഡെഫിനിഷൻ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡെഫിനിഷൻ നോക്കി അതിൽ നിന്ന് നമ്മളൊരു സിംഗിൾ ഡെഫിനിഷനിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ലാംഗ്വേജ് ഈസ് ദ സിസ്റ്റം ബൈ വിച്ച് സൗണ്ട്സ് ആൻഡ് മീനിങ്സ് ആർ റിലേറ്റഡ്. സൗണ്ട്സും മീനിങ്സും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. സോ ലാംഗ്വേജിനെ ഒരു സിസ്റ്റം ആണെന്ന് ആരാണ് പറഞ്ഞത്? ഫ്രോംകിൻ ആൻഡ് റോഡ്നിയൻ എന്ന് പറയുന്ന രണ്ട് ലിംഗ്വിസ്റ്റ് ആണ് പറഞ്ഞത്. അവരുടെ വർക്കായ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഈ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഇതാണ് ഇവരുടെ ബുക്ക്. ഈ ബുക്കിലാണ് ഈ പറയുന്ന റോഡ്നിയനും ഫ്രോംകിനും ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് ലാംഗ്വേജ് ഈസ് ദാറ്റ് സിസ്റ്റം. ലാംഗ്വേജിന്റെ ഒരു സിസ്റ്റം ആയിട്ടാണ് വെക്കുന്നത്. എന്ത് സിസ്റ്റമാണ്? ബൈ വിച്ച് സൗണ്ട്സ് ആൻഡ് മീനിങ്സ് ആർ റിലേറ്റഡ്. സൗണ്ട്സും മീനിങ്ങും തമ്മിൽ റിലേഷൻ. അപ്പൊ കുറച്ചുകൂടി സെൻസ് ഉള്ളൊരു ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹ്യൂമനെ ഹ്യൂമൻ ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. മനുഷ്യന് മാത്രം അവകാശപ്പെടാനുള്ള ലാംഗ്വേജ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ പറയാണ് ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ബൈ വിച്ച് സൗണ്ടും മീനിങ്ങും ഒരു വസ്തുവിന് ഒരു സൗണ്ടും അതായത് സൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമ്പിൾ ആണ്. സൗണ്ട് സിഗ്നൽ ആണ്. അപ്പൊ ആ സൗണ്ട് സിഗ്നലും ഈ പറയുന്ന മീനിങ്ങും, ആ സൗണ്ട് സിഗ്നൽ, എല്ലാ സൗണ്ട് സിഗ്നലിലും ഒരു മീനിങ് ഉണ്ട്. നമ്മളിപ്പോ ഒരു വേർഡ് പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോൺ. ഇപ്പൊ ഇത് ഫോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു നമ്മളൊരു സൗണ്ട് സിഗ്നൽ കൊടുത്തു. അതും ആ പറയുന്ന ഫോൺ എന്ന് പറയുന്ന ആ ഒരു വസ്തു, ആ ഒരു മീനിങ് ഉണ്ട് അതിന്. സോ അങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റത്തില് സൗണ്ടും മീനിങ്ങും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി നമുക്കൊരു ഇച്ചിരി കൂടി നല്ലൊരു ഡെഫിനേഷൻ കിട്ടി. ലാംഗ്വേജ് ഈസ് ദാറ്റ് സിസ്റ്റം ബൈ വിച്ച് സൗണ്ട്സ് ആൻഡ് മീനിങ്സ് ആർ റിലേറ്റഡ്. ഇനി അടുത്ത നോക്കാം. റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് വെർസറ്റൈൽ മീൻസ് അവൈലബിൾ ടു ഹ്യൂമൻ ബീയിങ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് മീനിങ്. സോ ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായ. വെർസറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റബിൾ, ഭയങ്കരമായിട്ട് എന്താ പറയാ അഡാപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വേഴ്സ്റ്റബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ്, ഇപ്പൊ ബ്രൗൺ ഇവിടെ പറയുന്നത് ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ്. വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ദാറ്റ് മീൻസ് സങ്കീർണമായ. സോഫിസ്റ്റിക്കേറ്റഡ് അറ്റ് ദ സെയിം ടൈം വേഴ്സറ്റൈലും ആണ്. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. So language is the most sophisticated and versatile means available to human beings. Okay, human beings available ആയിട്ടുള്ള ഏറ്റവും versatile സോഫിസ്റ്റിക്കേറ്റഡുമായിട്ടുള്ള ഒരു സിസ്റ്റം ആണ്, അല്ലെങ്കിൽ മീൻസ് ആണ്, മീഡിയം ആണ് ഹ്യൂമൻ ബീങ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും versatile ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും അതേസമയം സോഫിസ്റ്റിക്കേറ്റഡ് ആയത്, അതായത് സങ്കീർണമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു മീഡിയമാണ് അല്ലെങ്കിൽ മീൻസ് ആണ് ലാംഗ്വേജ് എന്ന് ബ്രൗൺ പറഞ്ഞു 1984. അപ്പൊ ഇയർ ശ്രദ്ധിച്ചാൽ ആദ്യം നമുക്കുണ്ടായിരുന്ന 1974 ഒരു ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ അത് 1984 ഉണ്ട്.
ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇത് നമ്മൾ ഇച്ചിരി ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം എഡ്വേർഡ് സാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ലിംഗ്വിസ്റ്റിന്റെ ആണ്. എഡ്വേർഡ് സാപ്പർ ആണ് ഈ മുകളിൽ കാണുന്ന പിക്ചറിൽ എഡ്വേർഡ് സാപ്പർ ആണ്. അപ്പൊ എഡ്വേർഡ് സാപ്പറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ലാംഗ്വേജ് ഈസ് പ്യൂർലി ഹ്യൂമൻ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ. ലാംഗ്വേജ് ഈസ് പ്യൂർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്. നോൺ ഇൻസ്റ്റിങ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. നമ്മൾ എന്താ പറയാ, സോറി, സ്പോണ്ടേനിയസ് ആണ്, അറ്റ് ദ സെയിം ടൈം നാച്ചുറലും ആണ്. സ്പോണ്ടേനിയസും ആണ്, നാച്ചുറൽ ആണ്. പക്ഷെ അതേസമയം നമ്മൾ വോളണ്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വോളണ്ടറിലി നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ആനിമൽസിനെ പോലെ, ആനിമൽസ് ഇങ്ങനെയാണ്, പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോഴത്തേക്കിനും അവരുടെ ആ ഒരു എന്താ പറയാ മുരളുക അല്ലെങ്കിൽ ആ ഒരു ഷേക്കിംഗ് ആയിട്ടുള്ള സൗണ്ട് ഒക്കെ അത് ഉണ്ടാക്കും. അതേസമയം ഹ്യൂമൻ ബീങ്സ് അങ്ങനെയല്ല. ഹ്യൂമൻ ബീങ്സ് ആലോചിച്ചാണ് ആ വേർഡ്സ് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. ലാംഗ്വേജ് സ്പോണ്ടേനിയസും ആണ്, നാച്ചുറൽ ആണ്. അതേസമയം നോൺ ഇൻസ്റ്റിങ് മെത്തേഡ് ആണ്. നോൺ ഇൻസ്റ്റിങ്റ്റീവ്, പെട്ടെന്ന് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നോൺ ഇൻസ്റ്റിങ്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, ഇമോഷൻസ്, ഡിസയേഴ്സ് ബൈ മീൻസ് ഓഫ് വോളണ്ടറിലി പ്രൊഡ്യൂസ് സിമ്പിൾസ്. വോളണ്ടറിലി നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്, അല്ലെ? നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. അപ്പൊ ഈ സിമ്പിളും ഈ പറയുന്ന മീനിങ് തമ്മിൽ നമുക്ക് ഒരു ബന്ധവും നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ആ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഓരോ മീനിങ്ങും പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഐഡിയാസും കൂടി കൂട്ടിച്ചേർത്തൊരു ഡെഫിനിഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ലാംഗ്വേജ് ഈസ് പ്യൂർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിങ്റ്റീവ് മെത്തേഡ്. നോൺ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് നമുക്ക് എടുത്തിയാടി പറയുന്ന അല്ലെങ്കിൽ എടുത്തിയാടി പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഇതൊക്കെ ഈ ഇമോഷൻ ഡിസയർ ഇതെല്ലാം കാണിക്കുന്നത് വോളണ്ടറിലി പ്രൊഡ്യൂസ് സിമ്പിൾ. വോളണ്ടറിലി നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്ന നമ്മുടെ അറിവോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ വോളണ്ടറിലി പ്രൊഡ്യൂസ് സിമ്പിൾസ് ആണ്, സിമ്പിളുകളാണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്വേർഡ് സാപ്പറിന്റെ ഈ പറയുന്ന ഈ ഡെഫിനിഷൻ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ ഈ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ എഡ്വേർഡ് സാപ്പറിന്റെ ലാംഗ്വേജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ 1921 ബുക്കിലാണ് ഈ പറയുന്ന ഒരു ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. റോബർട്ട് എ ഹോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 1964 ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് is the institution whereby human communicate and interact with each other by means of habitually used oral, auditory, arbitrary symbols. അപ്പൊ ഇവിടെ ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു വേർഡ് കൂടി വന്നിട്ടുണ്ട്, ആർബിട്രറി. ഓക്കെ, അപ്പൊ സോ ലാംഗ്വേജ് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർബൈ ഹ്യൂമൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ സിസ്റ്റം ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാണ്. ആൻഡ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ മീൻസ് ഓഫ് ഹാബിച്വലി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഹാബിച്വലി യൂസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ്, അല്ലെ? അപ്പൊ ഹാബിച്വലി യൂസ് ഓറൽ ഓഡിറ്ററി നമ്മൾ വായിലൂടെ പുറപ്പെടുവിക്കുന്ന ആ ഒരു ഓറൽ ഓഡിറ്ററി ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. ആ സിമ്പിൾസിന്റെ ഒരു പ്രത്യേകത ദേ ആർ ആർബിട്രറി. ആർബിട്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലോജിക്കൽ എന്നാണ് ആർബിട്രറി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. അപ്പൊ ഈ ഭയങ്കര ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു മീൻസ് ആണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പുതിയൊരു ഐഡിയ കൂടി കിട്ടിയിരിക്കുകയാണ്. ലാംഗ്വേജ് ഈസ് ആർബിട്രറി ആണ്, അതായത് ഇല്ലോജിക്കൽ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമ്പിൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ പറയുന്ന ഒരു വേർഡ് അതായത് പെൻ, ഇത് പെൻ ആണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഇതിന്റെ അകത്ത് പെൻ എന്നുള്ള ആ ഒരു വേർഡ് കൊടുക്കാൻ എന്തെങ്കിലും റീസൺ തോന്നുന്നുണ്ടോ? ഒരു റീസണും ഇല്ല. പക്ഷെ വി കോൾ ദിസ് തിങ് എ പെൻ. സോ പെൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നമ്മൾ പെൻ എന്നുള്ളൊരു വേർഡ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഈസ് ആർബിട്രറി. അപ്പൊ സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർബിട്രറി ആണ്, ഓക്കെ, ഇല്ലോജിക്കൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറേ ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കി പോരാം. അപ്പൊ സിംഗിൾ പൊസഷൻ ഓഫ് ഹ്യൂമൻ റേസ് എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യനാക്കുന്നത് ലാംഗ്വേജിന്റെ യൂസ് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു, വേർ സൗണ്ട് ആൻഡ് മീനിങ് ആർ റിലേറ്റഡ്. പിന്നെ ലാംഗ്വേജസ് മോസ്റ്റ് സങ്കീർണമായതും അതേസമയം വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള വെസ്റ്റൈൽ ആയിട്ടുള്ളൊരു മെത്തേഡ് ആണെന്ന് നമുക്ക് കണ്ടു. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് ലാംഗ്വേജ് ഈസ് പ്യൂർലി ഹ്യൂമൻ, നോൺ ഇൻസ്റ്റിറ്റ്യൂട്ടീവ് മെത്തേഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ വോളണ്ടറി പ്രൊഡ്യൂസ് സിമ്പിൾ ആണെന്നും സാപ്പർ പറഞ്ഞതിന് നമുക്ക് കിട്ടി. പിന്നെ അതിനുശേഷം നമ്മൾ റോബർട്ട് ഹാളിന്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് മനസ്സിലായി ലാംഗ്വേജ് ഈസ് ആർബിട്രറി സിമ്പിൾസ് ആണ്, യൂസ് ഓഫ് ആർബിട്രറി സിമ്പിൾസ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ഡെഫിനിഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക.
അപ്പൊ ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ കോട്സ് നമ്മൾ എടുത്ത് എഴുതണമെന്നില്ല, ചിലപ്പോൾ ഓർത്തിരിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ടേംസ് എല്ലാം മനസ്സിൽ കൂട്ടി ചേർത്ത് ഒരു നല്ലൊരു ആൻസർ എഴുതാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ അപ്പോൾ വാട്ട് ഈസ് ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, നമ്മൾ ഡെഫിനേഷൻ കൊടുക്കാനും പഠിച്ചു. അപ്പൊ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പൊ ഇനി രണ്ട് ഡെഫിനേഷൻ കൂടി ഉണ്ട്. അതായത് ട്രാഗറിന്റെ ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിമ്പൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം കൂടി കൂട്ടിയിണക്കിയുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിമ്പൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഇന്ററാക്ട് ഇൻ ടേംസ് ഓഫ് their total culture. അപ്പൊ സോ ഒരു ആർബിട്രറി സിമ്പിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡെഫിനേഷൻ കൂടിയുണ്ട്. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സൗണ്ട്സ്, വേർഡ്സ്, പാറ്റേൺസ് എക്സെട്ര യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഐഡിയ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതാണ് ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ 1918 ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന മീനിങ്. അപ്പൊ ഇത് കൂടാതെ വേറെയും ഡിക്ഷണറിയിൽ പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടാവും. പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ടേംസും ഇങ്ങനെയുള്ള ഒരു പാറ്റേണും ഒക്കെ നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ സോ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലും പറഞ്ഞിരിക്കുന്നതും നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിൻ ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് സ്പെക്കുലേഷൻസ് ആണുള്ളത്. സ്പെക്കുലേഷൻസ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഊഹാപോഹങ്ങളാണ്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഒറിജിനേറ്റ് എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 സ്പെക്കുലേഷൻ, നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് പറയും. അതായത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായത്, ചിലപ്പോൾ ആൾക്കാർ തനിയെ ഇങ്ങനെ ഉണ്ടായി വന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നതായിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ സ്പെക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ ലാംഗ്വേജിനെ പറ്റിയുള്ള സ്പെക്കുലേഷൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സോ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിനിൽ നമുക്ക് 4 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ എളുപ്പമാണ്, ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ഈ തിയറീസ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ആ നെയിമും ആ തിയറിയും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പം. അപ്പൊ 4 നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡിവൈൻ സോഴ്സ് തിയറി. അപ്പൊ ഒരു ടേമിൽ തന്നെ കിടപ്പുണ്ട്, ഡിവൈൻ സോഴ്സ് തിയറി. അപ്പൊ സംതിങ് റിലേറ്റഡ് ടു ഡിവിനിറ്റി അല്ലെങ്കിൽ ഗോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ സോ ഇതിന്റെ അകത്ത് പറയുന്നത് ദൈവമാണ് നമുക്ക് എന്താ പറയാ ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കഴിവ് തന്നത്. അത് നമ്മുടെ ബൈബിളിൽ പറയുന്നത് ആഡം കാണുന്നതെല്ലാം ആഡം എന്തിനെയൊക്കെ കണ്ടെങ്കിലും എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതിന്റെ പേര് പിന്നെ അതാണ്. അപ്പൊ അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹിന്ദു റിലീജിയനിലും ഉണ്ട്. ഹിന്ദുവിലും പറയുന്നുണ്ട് എന്താണ്, സരസ്വതി, ഗോഡസ് സരസ്വതിയാണ് ഈ പറയുന്ന സരസ്വതിയുടെ ബ്ലെസ്സിങ് ആണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എബ്രഹാമിക് റിലീജിയനിൽ, അതായത് ഖുറാനിലും ഒക്കെ പറയുന്നുണ്ട്, ആ ലാംഗ്വേജിന്റെ ഒറിജിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സോ എല്ലാത്തിലും നമുക്ക് ദൈവമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സോ അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ഡിവൈൻ ഇമേജറി ഇൻ റൈറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഡിവൈൻ ഇമേജറി ആണ് അതിന്റെ അകത്ത് കൂടുതലും വരുന്നത്. അപ്പൊ ഡിവിനിറ്റി, അപ്പൊ ലാംഗ്വേജ് ഓഫ് ഒറിജിനിറ്റി ഇവിടെ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഡിവിനിറ്റിയിലാണ്, ഡിവൈൻ എൻറ്റിറ്റിയിലാണ് ഈ പറയുന്ന ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഡിവൈൻ സോഴ്സ് തിയറി എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണല്ലോ. അപ്പൊ സോ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതാം. തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിൻ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതിൽ വെച്ചിട്ട് ആദ്യം ഡിവൈൻ സോഴ്സ് തിയറി പറയാം. അപ്പൊ അത് തന്നെ ഈ പറയുന്ന 3 ഇതിലും, അതായത് ഹിന്ദുയിസത്തിലും ഉണ്ട്, ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലും, ഈ പറയുന്ന ഖുറാനിലും എല്ലാം ഈ പറയുന്ന അല്ലെങ്കിൽ ഈ റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് 3 വെച്ചിട്ട് നമുക്ക് ഡിവൈൻ സോഴ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി, അല്ലെങ്കിൽ ബോവ് തിയറി എന്നതിനെ പറയും. ബോവ് തിയറി, നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി. അപ്പൊ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട്, നാച്ചുറൽ ആയിട്ട് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ വരുന്നു. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ലിറ്റററി ഡിവൈസസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓണമറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു വേർഡും ആ ഒരു സൗണ്ടും, അല്ലാതെ സൗണ്ടും ആ ഒരു മീനിങ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. ഫോർ എക്സാമ്പിൾ കുക്കു ബേർഡ്. അപ്പൊ കുക്കു എന്ന ആ ഒരു ബേർഡിനെ വിളിക്കാൻ കാര്യം എന്താണ്, ഇറ്റ് മേക്സ് ദ കുക്കു സൗണ്ട് മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുക്കു സൗണ്ട് ആയതുകൊണ്ടാണ് അതിനെ കുക്കു ബേർഡ് എന്ന് പറയുന്നത്. അപ്പൊ സോ കുക്കു എന്ന് പറയുന്ന വേർഡ്, അല്ലെങ്കിൽ ഹിസ്സിങ് സൗണ്ട്, ബസ് സൗണ്ട്, അതായത് ബീസ് ബസ് സൗണ്ട്. അപ്പൊ ആ ഒരു ബസ്സിങ് സൗണ്ട് ആണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സൗണ്ടും മീനിങ് തമ്മിൽ റിലേഷനിൽ വെച്ചിട്ട് ആണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു തിയറിക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം there are so many arbitrary ആയിട്ടുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. അതായത് ബുക്ക്, പെൻ, ഡസ്റ്റ്, അല്ലെങ്കിൽ
കമ്പ്യൂട്ടർ, ഈ പറയുന്ന ഇതിനൊക്കെ എന്തുകൊണ്ട് ആ ഒരു വേർഡ് കൊടുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് ഈ ഒരു നാച്ചുറൽ സോഴ്സ് തിയറി വെച്ചിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു കംപ്ലീറ്റ് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ എന്നാലും ഒരുവിധം നമുക്ക് കുറച്ച് ലാംഗ്വേജിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്. ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ലാംഗ്വേജ് ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ കുക്കു, ബസ്, ബസിംഗ് സൗണ്ട് ഓഫ് ബീസ്, ഹിസ്സിംഗ് സൗണ്ട് ഓഫ് സ്നേക്സ്. അപ്പൊ അങ്ങനെ പറയുന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ടാകാൻ കാരണം അത് സത്യം തന്നെയാണ്. അങ്ങനെയൊക്കെ കുറെ വേർഡ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് എല്ലാ ലാംഗ്വേജ് ജനറൽ ആയിട്ട് അത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറി അല്ല. എന്നാലും നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി കുറച്ചുകൂടി നമുക്ക് ചില വേർഡ്സിന്റെ ഒറിജിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. ഇനി അടുത്ത തിയറി നമുക്ക് നോക്കാം, പൂ തിയറി. അപ്പൊ ഇത് പൂ തിയറി എന്ന് പറയുന്നത് ആ ഒരു വേർഡ് ശരിക്കും പറഞ്ഞാല് ആ ഒരു തിയറിയുടെ നെയിം ശരിക്കും ക്രിട്ടിക്സ് കളിയാക്കിക്കൊണ്ട് കൊടുത്തതാണ് ഈ പൂ തിയറി എന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രപ്പോസ് ചെയ്തത് ഡാർവിൻ ആണ്. ഡാർവിൻ നമുക്കറിയാലോ, പരിണാമ സിദ്ധാന്തത്തിന്റെ കാലാണ് ഡാർവിൻ എന്ന് പറയുന്നത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വെച്ചിട്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് എന്താണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോ ഇവിടെ ഡാർവിൻ സജസ്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് ഇവോൾവ് ഫ്രം പ്രിമിറ്റീവ് ഇമോഷണൽ എക്സ്പ്രഷൻസ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റിൽ നിന്നാണ് ഈ ലാംഗ്വേജ് ഉണ്ടാകുന്നത്. അപ്പൊ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈറ്റൻഡ് ആവുമ്പോൾ, പേടിക്കുമ്പോൾ അയ്യോ എന്ന് പറയില്ലേ. അപ്പൊ സോ അതൊരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് നമുക്ക് വരുന്നതാണ് അയ്യോ അല്ലെങ്കിൽ ഓ എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ സോ പ്രിമിറ്റീവ് ഇമോഷണൽ എക്സ്പ്രഷനിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടാകുന്നതെന്നാണ് ഡാർവിൻ പറയുന്നത്. അപ്പൊ സോ ആ ഡാർവിന്റെ തിയറി പക്ഷെ അതും നമുക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ എല്ലാ വേർഡ്സും അങ്ങനെയാണ് ഉണ്ടായെന്ന് പറയാനായിട്ട് നമുക്കത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൂ തിയറിയും ഒരു സ്പെക്കുലേഷൻ ആണ്, അതും നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് തിയറി. അപ്പൊ മാക്സ് മുള്ള എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, ലിംഗ്വിസ്റ്റ് ആൻഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഡാർവിന്റെ ശിഷ്യൻ കൂടിയാണ്. അപ്പൊ ഡാർവിന്റെ ശിഷ്യൻ കൂടി ആകുമ്പോൾ ഡിങ് ഡോങ് തിയറി എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ടു ഡാർവിൻസ് തിയറി ആയിരിക്കണം അല്ലെ. ഡാർവിന്റെ തിയറി ആയിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളത് ആയിരിക്കാം. അപ്പൊ സോ ഹിയർ പ്രപ്പോസ് ബൈ മുള്ളർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഹി സജസ്റ്റഡ് ദാറ്റ് a mystical relationship between sound and meaning. So, there is a mystical relationship between sound and meaning. Sound meaning തമ്മിൽ ഒരു മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പറയുന്നത് പാരാനോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നിർവചിക്കാനാവാത്ത തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതേ പറയുന്നത് എവറി ഇംപ്രഷൻ ഫ്രം ദ വേർഡ് എലിസിറ്റഡ് എ വോക്കൽ എക്സ്പ്രഷൻ. എക്സാമ്പിൾ, സീയിങ് എ സ്നേക്ക് ലെഡ് ടു ദ അട്രൻസ് ഓഫ് സ്നേക്ക്. പെട്ടെന്ന് സ്നേക്കിനെ കണ്ടപ്പോൾ അറിയാണ്ട് അങ്ങനെ ഒരു അട്രൻസ് വന്നു പോയതാണെന്നാണ് പറയുന്നത്. അതും നമുക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ സോ ഈ ഒരു എന്താ പറയുക, ഇതിന്റെ അകത്ത് ഈ ഒരു തിയറിയിൽ പറയുന്നത് ഒരു ഇൻസ്റ്റിങ്റ്റീവ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ഇൻസ്റ്റിങ്റ്റീവ് നേച്ചറിൽ നിന്ന് നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു വസ്തുവിന് നമ്മൾ അങ്ങനെ ഒരു വേർഡ് നമ്മൾ അട്ര ചെയ്യുന്നതാണെന്നാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത്. പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ സോ അതുകൊണ്ട് തന്നെ ഈ തിയറീസ് ഒക്കെ നമുക്ക് സ്പെക്കുലേഷൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 4 തിയറികളും നമ്മൾ ആദ്യം ഡിവൈൻ സോഴ്സ് തിയറി പഠിച്ചു, പിന്നെ നാച്ചുറൽ സോഴ്സ് അല്ലെങ്കിൽ ബൗ തിയറി പഠിച്ചു, അതിനുശേഷം പൂ തിയറി ബൈ ഡാർവിൻ പഠിച്ചു, പിന്നെ ഡിങ് ഡോങ് തിയറി ബൈ മുള്ളർ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ 4 തിയറിയിൽ വെച്ചിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതിന്റെ അകത്തുനിന്ന് ഏത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ വെച്ചിട്ട് ഏത് തിയറിയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ട് അതിന് റീസണും പറയാനായിട്ട് പറയാം. അപ്പൊ ഇപ്പൊ എന്നോടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഐ വുഡ് സേ നാച്ചുറൽ സോഴ്സ് തിയറി. അതായത് എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ നാച്ചുറൽ സോഴ്സ് തിയറിയാണ്. അതായത് കുറച്ച് വേർഡ്സിന്റെ എങ്കിലും ഒറിജിൻ അതിൽ വെച്ചിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. അതായത് കുക്കൂഡ് ബേർഡ്, ബസിംഗ് സൗണ്ട് ഓഫ് ബീസ്, ഓക്കെ, ഹിസ്സിംഗ് സൗണ്ട് ഓഫ് സ്നേക്ക്. അപ്പൊ സോ അതൊക്കെ നമുക്ക് ഈ ഒരു തിയറി വെച്ചിട്ട് ന്യായീകരിക്കാൻ പറ്റും. ഓണമറ്റോപ്പിക് ആയിട്ടുള്ള വേർഡ്സ്. ഓക്കെ, അപ്പൊ സോ ക്ലിക്ക് സൗണ്ട്, ആ ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുമല്ലോ നമ്മൾ പെന്നിന്റെ ടാപ്പ് ഒക്കെ ക്ലിക്ക് സൗണ്ട്. അപ്പൊ സോ ക്ലിക്ക് എന്ന് പറയുന്ന വേർഡ് ആ ഒരു ഓണമറ്റോപ്പിക് വേർഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ സോ അങ്ങനെ കുറച്ചെങ്കിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ട്. ഐ വുഡ് സേ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അക്സെപ്റ്റബിൾ. ഇത് ഈ 4 വെച്ചിട്ട് മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിയറി നാച്ചുറൽ സൗണ്ട് തിയറി ആണെന്ന് പറയാം. സോ അത്രയുമാണ് നമുക്ക് തിയറീസ് ഓഫ് ലാംഗ്വേജ് ഒറിജിനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് നോക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ പഠിക്കാനുള്ളത് യൂസ് ഓഫ് സൗണ്ട് സിഗ്നൽസിന്റെ യൂസ്. അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂണിക് ടു ഹ്യൂമൻ ബീങ്സിന് മാത്രം അവകാശപ്പെടാനുള്ളതല്ല ഈ സൗണ്ട് സിഗ്നൽ എന്ന് പറയുന്നത്. സൗണ്ട് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമുക്ക്
പട്ടികൾ അല്ലെങ്കിൽ ഡോഗ് സൗണ്ട് സിഗ്നൽസ് കൊടുക്കും, കാറ്റ്സിനുണ്ട്, എല്ലാ പല ജീവികളും സൗണ്ട് സിഗ്നൽസ് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ട് സിഗ്നൽസ് കൊടുക്കുക എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിനും ആനിമൽ കമ്മ്യൂണിക്കേഷനും രണ്ടിലും ഒരേപോലെ ഉള്ളതാണ്. അത് കൂടാതെ ഹ്യൂമൻ ലാംഗ്വേജിന് ഒരു അതിൽ നിന്നൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ലാംഗ്വേജ് ക്യാൻ ഓൾസോ ബി ട്രാൻസ്ഫേർഡ് ടു വിഷ്വൽ സിമ്പിൾസ്. വിഷ്വൽ സിമ്പിൾസ് ആക്കി നമുക്ക് മാറ്റാനും പറ്റും. അതായത് റൈറ്റിംഗ് അല്ലെങ്കിൽ ടാക്ടൈൽ. ടാക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത് ബ്രൈൽ ലിപി ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പൊ ബ്രൈൽ ലിപിയിലേക്കൊക്കെ വരെ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പൊ ബ്രൈൽ ലിപിയിൽ വരുന്ന പോലെ ടാക്ടൈൽ. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ചിലൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ റൈറ്റിംഗിലൂടെ എഴുതാൻ പറ്റും, ആ സിമ്പിൾസ് കോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സിമ്പിൾസിനെ മാറ്റാൻ പറ്റും. ലാംഗ്വേജിനെ പല രീതിയിൽ, സൗണ്ടിലൂടെ മാത്രമല്ല, അത് റിട്ടൺ ഫോമിലാക്കാം നമുക്ക്, അല്ലെങ്കിൽ ടാക്ടൈൽ ഫോമിലാക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പറയുന്ന സൗണ്ട് സിഗ്നലിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ. പക്ഷേ സൗണ്ട് സിഗ്നൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന സാധനമല്ല, ഒരു കാര്യമല്ല. അതേസമയം വി ക്യാൻ കൺവേർട്ട് ദി സൗണ്ട് സിമ്പിൾസ് ഇൻ ടു ടാക്ടൈൽ ഓർ റിട്ടൺ വിഷ്വൽ സിമ്പിൾസ് ആക്കി മാറ്റാൻ പറ്റും. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർബിട്രറിനെസ്. ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇല്ലോജിക്കൽ ആണ്, ലാംഗ്വേജ് ഈസ് ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞു. സോ ലാക്ക് ഓഫ് ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ സിഗ്നൽ ആൻഡ് മെസ്സേജ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പോൾ സിഗ്നലും ഈ പറയുന്ന മെസ്സേജും തമ്മിൽ ഉള്ള ഇല്ലോജിക്കൽ റിലേഷൻ. അപ്പൊ അതിനെ പറ്റിയുള്ള തിയറീസും കാര്യങ്ങളും സ്ട്രക്ചറൽസും ഒക്കെ നിങ്ങൾ അടുത്ത യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഓട്ടറി സിമ്പലും ആ പറയുന്ന മീനിങ്ങും തമ്മിൽ ദർ ഈസ് നോ കണക്ഷൻ. മീനിങ്ങും വേർഡും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ആ ഒരു സൗണ്ട് സിമ്പിൾ അല്ലെങ്കിൽ വേർഡുമായിട്ട് ഈ ഒരു വസ്തുവിന് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ പെൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സാധനത്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്ന് അറിയാം. നമുക്ക് പേന എന്ന് പറയുന്ന സാധനത്തിനെയാണ് റെഫർ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ആ ഒരു സാധനവുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാം ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ആർബിട്രറിനെസ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. അതേസമയം ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ആ പറയുന്ന സിഗ്നൽ ഓഫൻ കറസ്പോണ്ട് ഡയറക്ട്ലി ടു മെസ്സേജ്. ആനിമൽ കമ്മ്യൂണിക്കേഷനുള്ള സിഗ്നൽ എപ്പോഴും കറസ്പോണ്ട് ഡയറക്ട്ലി ടു മെസ്സേജ്. ആ മെസ്സേജുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പൂച്ച പെട്ടെന്ന് ഒരു പട്ടീനെയോ അല്ലെങ്കിൽ വേറൊരു പൂച്ചേനെയോ കാണുമ്പോൾ എന്താ ചെയ്യുക? അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ അതിന്റെ പൂടെയൊക്കെ അങ്ങോട്ട് പൊക്കി ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും മീശയൊക്കെ ഒന്ന് വിറപ്പിച്ചിട്ട് അങ്ങനെ കുറച്ച് സിഗ്നൽസ് കാണിക്കും. അപ്പൊ അത് കാണുമ്പോഴത്തേക്കിനും കാണുന്ന പട്ടി വിചാരിച്ചോണം നീ എന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ പേടിക്കണം, ഞാൻ നിന്നെ പേടിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സൗണ്ട് സിഗ്നലും അല്ലെങ്കിൽ ആ ഒരു സിഗ്നലും മെസ്സേജും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് ആനിമൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത. പക്ഷെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു സിഗ്നലും മീനിങ്ങും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ആർബിട്രറിനെസ് ഈസ് എ ഫീച്ചർ ഓഫ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഓക്കെ. അത് ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ ആർബിട്രറി അല്ല, അത് സൗണ്ട് സിഗ്നലും ആ ഒരു മീനിങ്ങും തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഹണി ബീസ് അതായത് തേനീച്ചകൾ അവരെങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഡാൻസിലൂടെ. പിന്നെ ഫെറമോൺ ഉപയോഗിച്ചിട്ട് ഫെറമോൺസ് യൂസ് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന് ഒരു മീനിങ് ഉണ്ട്. തേർഡ് വൺ ഈസ് ലേണിംഗ് റിക്വയർമെന്റ്. അടുത്ത ഫീച്ചർ ആണ്, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ആണ് ലേണിംഗ് റിക്വയർമെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളാം. ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ലാർജ്ലി ജനറ്റിക്കലി ഇന്നേറ്റ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇന്നേറ്റ് ആണ്. അതായത് ഈ ബീസ് ഡാൻസ് ചെയ്യുന്ന പറയുന്നത് നെക്ടർ അല്ലെങ്കിൽ ഈ തേനിന്റെ സോഴ്സ് കണ്ടെത്തി കഴിയുമ്പോൾ ബാക്കി ബീസിനെ അറിയിക്കാൻ വേണ്ടി അവർ ഒരു തരം പ്രത്യേക രീതിയിൽ ഒരു ഡാൻസ് ചെയ്യും. അപ്പൊ ആ ഡാൻസിലൂടെയാണ് ആ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതും അങ്ങനെ ബാക്കി ബീസ് എത്തി അവിടെ വന്ന് ഒന്നിച്ച് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതേസമയം അതുപോലെ തന്നെയാണ് ആൻസ് ഫെറമോൺസ് റിലീസ് ചെയ്യും. ഓക്കെ. എന്തെങ്കിലും സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഫെറമോൺസിന്റെ മണം പിടിച്ചാണ് ബാക്കിയുള്ളവർ പുറകെ പോകുന്നത്. അപ്പൊ ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ലാർജ്ലി ജനറ്റിക്കലി ഇന്നേറ്റ്. അപ്പൊ ഈ പറയുന്ന പോലെ ബീസ്, ഈ പറയുന്ന ഇന്ത്യയിലുള്ള ബീസും അമേരിക്കയിലുള്ള ബീസും എല്ലാവരും സെയിം, ഓസ്ട്രേലിയയിലുള്ള ബീസ് ആണെങ്കിലും ഇവിധങ്ങളെല്ലാം ഒരേപോലെ ഒരേ പാറ്റേൺ ആണ് അവരുടെ ഒരു രീതിക്കുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം പുറത്ത് പോയിട്ടാണ് അത് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോഴത്തേക്കിനും അതിങ്ങനെ മണ്ണൊക്കെ കുഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ മണ്ണ് മൂടിയിട്ടിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇത്രയും കുഞ്ഞു പൂച്ചനെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതൊരു ജനറ്റിക്കലി ഇന്നേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ജനറ്റിക്കലി അവർ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ മിനിമൽ നീഡ് ഓഫ് ലേണിംഗ് ആണ് ഇവിടെ ഉള്ളത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവർക്ക് ലേൺ ചെയ്യാനുള്ളത്. ഓക്കെ. ചിലപ്പോ ഒരു ജന്തുവിനെ വേട്ടയാടി പിടിക്കാനൊക്കെ ഇവർ ചിലപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ അതേസമയം
അല്ലാണ്ടുള്ള പല കാര്യങ്ങളും അവർ ഇന്നേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ. അതേസമയം ഹ്യൂമൻ ലാംഗ്വേജ് അക്വിസിഷൻ റിക്വയർസ് എക്സ്റ്റൻസീവ് എക്സ്പോഷർ ആൻഡ് ലേണിംഗ്. നമ്മൾ നേരത്തെ മോഗ്ലിയുടെ കാര്യം പറഞ്ഞു. മോഗ്ലി, പിന്നെ ടാർസൻ നമുക്കറിയാലോ. ടാർസൻ എന്ന് പറയുന്ന ഒരു കുട്ടി, അതിങ്ങനെ അബാൻഡൻ ചൈൽഡ് ആണ്. അപ്പൊ അതിങ്ങനെ കാട്ടിൽ വളരുന്നു. എയ്ഡ്സ് ആണ്, ആഫ്രിക്കൻ കാടുകളിലെ എയ്ഡ്സ് ആണ് ഇതിങ്ങനെ വളർത്തുന്നത്. അപ്പൊ എയ്ഡ്സ് വളർത്തിയിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഈ സിവിലൈസേഷൻ എന്താണെന്നൊക്കെ ഈ ടാർസൻ അറിയും. ഹ്യൂമൻ ബീങ്സുമായിട്ട് കോണ്ടാക്ട് വരും. ബാക്കിയുള്ള ഹ്യൂമൻ സിവിലൈസേഷനെ പറ്റിയിട്ടൊക്കെ അറിയും. അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനുശേഷം ഈ അബാൻഡൻ, അത് കംപ്ലീറ്റ് ആയിട്ട് സിവിലൈസേഷൻ റിജക്ട് ചെയ്ത് ഹി കെയിം ബാക്ക് ടു ഫോറസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ് ഈ പറഞ്ഞ ടാർസൻ ചെയ്യുന്നത്. സോ ഹി കനോട്ട് അഡ്ജസ്റ്റ് വിത്ത് ഹ്യൂമൻ സിവിലൈസേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോഗ്ലിക്കും അത് തന്നെ. മോഗ്ലിക്ക് ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ആളെ നമ്മൾ എത്ര റിഫൈൻ ചെയ്യാൻ നോക്കിയാലും അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ജനിച്ച് വീഴുമ്പോ തൊട്ട് നമ്മൾ ഈ കുട്ടികളോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാലൊരു ഏജ് 3 കൂടി കുട്ടികളെല്ലാം സംസാരിക്കാനായിട്ട് ഏകദേശം സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ നമ്മൾ പറയുന്നതിൽ നിന്ന് കേട്ട് പഠിക്കും. അപ്പൊ അത് ലാംഗ്വേജ് എക്സ്പോഷറിൽ നിന്നാണ് അവരത് പഠിക്കുന്നത്. ഇപ്പം ഇവിടെ കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ആദ്യം മലയാളം പഠിക്കും. അതേസമയം ഹിന്ദി, നോർത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി ആദ്യം ഹിന്ദി ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവര് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ, ആ ലാംഗ്വേജ് എക്സ്പോഷറിൽ നിന്നാണ് അവർ ആ ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പൊ സോ ഇൻ കോൺട്രാസ്റ്റ് ഹ്യൂമൻ ലാംഗ്വേജ് അക്വയർസേഷൻ റിക്വയർസ് എക്സ്റ്റെൻസീവ് എക്സ്പോഷർ ആൻഡ് ലേണിംഗ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചോളാം. ഹ്യൂമൻ ലാംഗ്വേജ് അക്വിസിഷൻ റിക്വയർസ് എക്സ്റ്റെൻസീവ് എക്സ്പോഷർ ആൻഡ് ലേണിംഗ്. എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് ആ ലാംഗ്വേജിൽ എക്സ്പോഷർ വേണം. അതായത് ആ ലാംഗ്വേജ് കേൾക്കണം, പറയാൻ പറ്റണം. അപ്പൊ നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എങ്ങനെയാണ്, നമ്മൾ വായിച്ചാൽ മാത്രമേ നമ്മൾ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കില്ല. അത് യൂസ് ചെയ്യണം, അത് കേൾക്കണം. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള, എല്ലാ സെൻസിലൂടെയുള്ള ഒരു എക്സ്പോഷറിലൂടെയാണ് നമ്മൾ ആ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. ലേണിംഗ് റിക്വയർമെന്റ്. ഹ്യൂമൻ ബീങ്സ് റിക്വയർ ലേണിംഗ്. ഹ്യൂമൻ ബീങ്സിന് ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമായ ലാംഗ്വേജ് അറിയണമെങ്കിൽ അവരത് പഠിക്കണം. അപ്പൊ അവിടെ നമുക്ക് നോം ചോംസ്കി എന്ന് പറയുന്ന അമേരിക്കൻ ലിംഗ്വിസ്റ്റിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക. അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. He says that there is an innate language faculty in humans. ഹ്യൂമൻസിൽ, മനുഷ്യന്മാരിൽ ഒരു innate language faculty ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ബ്രെയിനിൽ എവിടെയോ ആയിട്ട്, ഇത് കണ്ടോ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ബ്രെയിനിൽ എവിടെയോ ആയിട്ടൊരു ലാംഗ്വേജ് ഫാക്കൽറ്റി ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ സഹായം കൊണ്ടാണ് മനുഷ്യന്മാർ ലാംഗ്വേജ് പഠിക്കുന്നത്. കാരണം പുള്ളി പറയുന്നത് ജനറൽ ആയിട്ട് അറ്റ് ദ ഏജ് ഓഫ് 3 all children learn to talk in their own language. അവരുടെ സ്വന്തം ലാംഗ്വേജിൽ, ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, 3 വയസ്സോടുകൂടിയാണ് കുട്ടികൾ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനൊക്കെ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് രാജ്യത്തെടുത്താലും 3ാമത്തെ വയസ്സിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങും. അപ്പൊ ആ ഒരു പാറ്റേൺ, ആ ഒരു കോമൺ പാറ്റേൺ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a language acquisition device inside human beings. ഹ്യൂമൻ ബീങ്സിന് ഇങ്ങനെ ലാഡ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി, ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിൽ ഒരു സംവിധാനം ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിലുണ്ടെന്നാണ് നോം ചോംസ്കി പറയുന്നത്. നോം ചോംസ്കിയുടെ നമുക്ക് എന്താ പറയാ, സിന്റാറ്റിക് സ്ട്രക്ചർ ഒക്കെ നമുക്ക് ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള യൂണിറ്റ്സിൽ വരുന്നുണ്ട്. നോം ചോംസ്കിനെ പറ്റി ആരാണെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ ലേണിംഗ് റിക്വയർമെന്റ്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ്. ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടായിരിക്കും ആനിമൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആനിമൽസിന് എപ്പോഴും ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റി മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് അവർ നേരത്തെ കണ്ട കാര്യം വിശദീകരിക്കാനോ അല്ലെങ്കിൽ അവര് നാളത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അവർ അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അവര് എപ്പോഴും എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റുമായിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതേസമയം ആ ഒരു ഐഡിയാസ് ആയിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും ഒക്കെ. ഇപ്പം നമുക്കറിയാം, വീട്ടിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നതും ഭക്ഷണം കൊടുക്കുന്ന സമയം ചെറിയ മുരളിപ്പൊക്കെ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന ഒരു രീതിയില്ല. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റുമായിട്ട് മാത്രമായിരിക്കും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണോ? അല്ല. ഹ്യൂമൻ ബീങ്സിന് എന്താ പറയാ, ഹ്യൂമൻ ലാംഗ്വേജ് എക്സിബിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അതിന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ആബ്സെന്റ് ഓർ അബ്സ്ട്രാക്ട് സബ്ജക്ട്സ്. ആബ്സെന്റ് ആയിട്ടുള്ള, നമുക്ക് അവിടെ ഇല്ലാത്ത കാര്യത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കണ്ട കാര്യമായിരിക്കാം, വരുന്ന വഴിയിൽ കണ്ട കാര്യങ്ങളായിരിക്കാം.
അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇമാജിനറി ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ സോമിനിയം എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. സോമിനിയം എന്ന് പറഞ്ഞിട്ട് ജോഹന്നസ് കെപ്ലർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ്, ജർമ്മൻ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ വർക്ക് വളരെ രസകരമാണ്. കുറെ പഴയ വർക്കാണ്, അതിപ്പോ റിവൈവ് ചെയ്ത് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർക്കില് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമ്മയും മോനും രണ്ടുപേരും കൂടി മൂണില്, അതായത് നമ്മളുടെ ഇപ്പോഴേ ഉള്ള എക്സ്പെഡിഷൻസ് ഒക്കെ നടക്കുന്നതിന് മുമ്പാണ്, മൂൺ എക്സ്പെഡിഷൻസ് ഒക്കെ നടക്കുന്നതിന് ഒരുപാട് മുമ്പ് എഴുതിയ ഒരു വർക്കാണ്. അപ്പൊ അന്നത്തെ ആ കാലത്ത് ഈ പറയുന്ന മൂണില് ഈ ഒരു അമ്മയും മോനും കൂടി മൂണിൽ ചെന്നിരുന്നിട്ട് ഏർത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ഏർത്തിനെ വിശദീകരിക്കുന്നതാണ് ഈ പറഞ്ഞ ജോഹാനസ് കെപ്ലറിന്റെ സൊമാനിയം എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു വർക്ക് ഉണ്ട്. ആ വർക്കിനെ പറ്റി കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോ അതിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇല്ലാത്ത കാര്യം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ മുമ്പിൽ പ്രസന്റ് അല്ലാത്ത കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ മലേഷ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ മലേഷ്യയെ പറ്റിയിട്ട് നമ്മൾ വന്നിരുന്ന അവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആ കാര്യം ഇല്ല, പക്ഷെ ആ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതായത് ജോഹന്നസ് കെപ്ലർ ചെയ്ത പോലെ മൂണിൽ ഇരുന്നുകൊണ്ട് ഏർത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഒരിക്കലും നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലെ. ഈ പറഞ്ഞ മൂൺ എക്സ്പെഡിഷനിലൊക്കെ പോയിട്ട് അവിടുന്ന് കിട്ടിയ ഇമേജസ്, സാറ്റലൈറ്റ് ഇമേജസും കാര്യങ്ങളും വെച്ചിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഹ്യൂമൻ ലാംഗ്വേജിന്റെ. അതായത് ഹ്യൂമൻ ലാംഗ്വേജ് എക്സിബിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ആ ഒരു വേർഡ് അങ്ങനെ എഴുതുക, ഡിസ്പ്ലേസ്മെന്റ്, അലൗവിങ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ആബ്സെന്റ് ഓർ അബ്സ്ട്രാക്ട് സബ്ജക്ട്. ആബ്സെന്റോ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേർഡ് നമുക്ക് നിർവചിക്കാനാവാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾസ് ഉണ്ടാവും, അതാണ് അബ്സ്ട്രാക്ട് ഐഡിയാസ് അല്ലേ, റിഗാർഡ്ലെസ് ഓഫ് ടൈം ഓർ പ്ലേസ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ആണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒരു കാര്യത്തെ നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേറൊരു രീതിയിൽ, ഇപ്പൊ ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഐ ലവ് യു എന്ന് നേരിട്ട് പറയണല്ല, യു ആർ മൈ സൺഷൈൻ അല്ലെങ്കിൽ യു ആർ മൈ ഹാർട്ട്, ഐ കനോട്ട് ലീവ് വിത്തൗട്ട് യു എന്നൊക്കെ പറയുകയാണെങ്കിലും സെയിം ഐഡിയ തന്നെയാണ് കൺവേ ചെയ്യുന്നത്. ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി, ഹി ഈസ് നോ മോർ, അപ്പൊ കുറച്ചുകൂടി വേറൊരു രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഡൈഡ് എന്ന് പറയുന്നതിനെക്കാളും നമുക്ക് കുറച്ചുകൂടി വേറൊരു രീതിയിൽ നമുക്കൊരു അത് മാറ്റി പറയാം. അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ളതാണ്. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ആനിമൽ കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് നമ്പർ ഓഫ് മെസ്സേജസ് ഇൻ സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്. സ്പെസിഫിക് ആയിട്ടുള്ള സർക്കംസ്റ്റൻസുകളിൽ ഒക്കെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുകയാണെങ്കിലും എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1-2 എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ചീവീട് പോലത്തെ കുറച്ച് ജീവികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെയുള്ള ഫ്ലൈസ് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്താ പറയാ നമ്പർ ഓഫ് മെസ്സേജസ് മാത്രമാണ് അതിന് കൊടുക്കാൻ പറ്റുന്നത്. 6 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീസിന് ആകെ 3-4 കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുള്ളൂ. 3-4 ഐഡിയാസ് മാത്രമേ അവർക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ ഒരു ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഡെയിലി ലൈഫിലെ കാര്യം മാത്രമാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അവിടെ നെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ഹണി ഉണ്ട്, ഫ്ലവർ ഉണ്ട്, അവിടെ പോകണം, അത് കളക്ട് ചെയ്യണം, അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് മെസ്സേജസ് മാത്രമാണ് അവർക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഹ്യൂമൻ ബീങ്സിന് അങ്ങനെയല്ല. ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും അത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. Human language allows for creativity, enabling individuals to produce and understand novel utterances. പുതിയ utterances, പുതിയ രീതിയിൽ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കി കളയും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ നമുക്കറിയാം. ആരും പഠിപ്പിച്ചു തരുന്നതല്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ലേൺ ഫ്രം അവർ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ സ്വായത്തമാക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽസ് ക്യാൻ എക്സ്പ്രസ് യുണീക് തോട്ട്സ്. യുണീക്ക് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ നമ്മൾ പ്രയോഗിച്ചിട്ടില്ലാത്ത യുണീക്ക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഐഡിയാസ് ആൻഡ് റെസ്പോൺസസ് ക്യാൻ വേരി ഈവൻ ഇൻ സിമിലർ സിറ്റുവേഷൻ. ഒരേ സിറ്റുവേഷനിൽ തന്നെ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേറെ പല രീതിയിലും നമുക്ക് ഇതിനെ മാറ്റി പറയാൻ പറ്റും. സോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ലാംഗ്വേജിനെ യൂസ് ചെയ്യാൻ പറ്റും, വളരെ യുണീക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡ്യുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ, ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ബേസിക് ആയിട്ട് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ബേസിക് സൗണ്ട്സ് ആണ്. അത് ഇൻഫൈനൈറ്റ് അല്ല, തീരാവുന്ന വളരെ കുറച്ച് ബേസിക് സെറ്റ് ഓഫ് സൗണ്ട്സ് മാത്രമാണ് ഇവർക്കുള്ളത്. അതായത് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് സൗണ്ട്സ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് മലയാളത്തിലാണെങ്കിൽ 56 അക്ഷരങ്ങളുണ്ട്. നമുക്ക് ആ അക്ഷരങ്ങളുടെ സൗണ്ട് തന്നെയാണ് നമ്മൾ എഴുതുമ്പോഴും എടുക്കുന്നത്. അതേസമയം ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 44 സൗണ്ട്സ് ഉണ്ട്. 44 സൗണ്ട്സ് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഫോണറ്റിക്സ് നമ്മളിനി പഠിക്കും, പുറകെ വരുന്നുണ്ട്. ഫോണറ്റിക്സ് നമ്മൾ പുറകെ പഠിക്കും. അപ്പൊ ഫോണറ്റിക്സിൽ നമുക്ക് 44 സൗണ്ട്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ സൗണ്ട്സ് വെച്ചിട്ട് മാത്രം നമുക്ക് മീനിങ് കൺവേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ സൗണ്ട്സ് വെച്ചല്ല മീനിങ് മാത്രം വെച്ചല്ല മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ അടുത്ത ലെവൽ ഉണ്ടാക്കും, വേർഡ്സ് ഉണ്ടാക്കും. വേർഡ്സ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കും? സെന്റൻസ് ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ 3 ലെവലായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്, അത് വെച്ച് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കും. അങ്ങനെയാണ് മീനിങ് കൺവേ ചെയ്യുന്നത്. സൗണ്ട്സും വേർഡ്സും വെച്ചിട്ടാണ് നമ്മൾ മീനിങ് കൺവേ ചെയ്യുന്നത്. അതിനാണ് ഡുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഡുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള 1-2 ജീവികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പശുവാവട്ടെ, ആടാവട്ടെ, എന്താണെങ്കിലും അത് കുറച്ച് മാത്രം സൗണ്ട്സ് ആണ്. അല്ലെങ്കിൽ പൂച്ചയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് കരയും. അതേസമയം വേറൊരു പൂച്ചയെ കാണുമ്പോൾ അവന്റെ സൗണ്ട് ഒക്കെ അങ്ങോട്ട് മാറും. അപ്പൊ അങ്ങനെ നമുക്ക് 1-2 രീതിയിലായിരിക്കും അവരുടെ സൗണ്ട് മോഡുലേഷൻ. അപ്പൊ അതിൽ കൂടുതൽ അവർക്കില്ല. പേടിക്കുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 2-3 സെറ്റ് ഓഫ് സൗണ്ട് ആണ് അവർക്ക്, ബേസിക് സൗണ്ട്സ് ആണ് അവർക്കുള്ളത്. അപ്പൊ അതാണ് പറയുന്നത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ റിലൈസ് ഓൺ എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ബേസിക് സൗണ്ട്സ്. ബേസിക് ആയിട്ടുള്ള, ഫൈനൈറ്റ് ആയിട്ടുള്ള, വളരെ കുറച്ച് മാത്രം, ലിമിറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സൗണ്ട്സ് മാത്രമാണ് ആനിമൽസിനുള്ളത്. അതേസമയം ഹ്യൂമൻ ലാംഗ്വേജ് ഓപ്പറേറ്റ്സ് ഡിഫറെന്റ്ലി വിത്ത് എ സെറ്റ് ഓഫ് ഫോണീംസ്. ഫോണീംസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ആണ് ഫോണീം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട്. അപ്പൊ ആ ഫോണീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതാണ് ബേസ്. ആ ഫോണീംസ് മാത്രം വെച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ല. ആ സൗണ്ട് മാത്രം വെച്ചല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ എന്താക്കും? അതിന്റെ ഹയർ ലെവൽ വേർഡ്സ് ഉണ്ടാക്കും. ആ സൗണ്ട്സ് വെച്ച് വേർഡ്സ് ഉണ്ടാക്കി, വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മീനിങ്ങിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോണീംസ് ആർ മീനിങ്ലെസ്. അത് ഫോണീംസ് മാത്രം എടുത്ത് നമുക്ക് മീനിങ്ലെസ് ആണ്. നമ്മൾ ഈ ആ ഊന്ന് മാത്രം പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അതിനുശേഷം ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു വേർഡ് ഉണ്ടാക്കിയെടുക്കും ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പൊ meaning arises from their combination into larger units such as word. അതിന്റെ അടുത്ത യൂണിറ്റ് ആയ വേർഡ് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മീനിങ് ഉണ്ടാവുന്നത്. അപ്പൊ 2 ലെവലിലാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആദ്യം ഫോണീംസ് ഉണ്ട് നമുക്ക് ബേസിക് ലെവലിൽ, സെക്കൻഡ് വേർഡ്സ് ഉണ്ട് ടു ക്രിയേറ്റ് മീനിങ്. അപ്പൊ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് വേർഡാണ്. അപ്പൊ 2 ലെവലിലായിട്ട്, അതാണ് ഡുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൂച്ചയ്ക്കും പട്ടിക്കും അതല്ലെങ്കിൽ ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്താണ്? ആ പറയുന്ന ബേസിക് സെറ്റ് ഓഫ് സൗണ്ട് മാത്രമേ ഉള്ളൂ. ഒരു കുറച്ച് സെറ്റ് ഓഫ് സൗണ്ട് മാത്രമേ അവർക്കുള്ളൂ. ഹ്യൂമൻ ബീങ്സിന് അതല്ല. അതാണ് ഡബിൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാറ്റേണിങ്. അപ്പൊ പാറ്റേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന നമ്മൾ സൗണ്ട്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്ക് വേർഡ്സ് ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ ആ വേർഡ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ബേസിക് പാറ്റേൺ ഉണ്ട്. നമ്മളൊരു പാറ്റേൺ വെച്ചിട്ടാണ് ആ സൗണ്ട്സും ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അതാണ് പാറ്റേണിങ് എന്ന് പറയുന്നത്. ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഒരു പാറ്റേണിങ് ഒന്നുമില്ല. അവർക്ക് ആ സൗണ്ട്സ് മാത്രമേ ഉള്ളൂ. സൗണ്ട് സിഗ്നൽ, ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ അവർക്ക്. അല്ലാണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു സെന്റൻസ് പാറ്റേണിൽ പല സിറ്റുവേഷനിൽ പല രീതിയിൽ പറയേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ there are strict rules governing the combination of elements such as sounds and words. അപ്പൊ ഈ സൗണ്ട്സും വേർഡ്സും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് SPOTS സ്പോർട്സ്. അപ്പൊ ആ പറഞ്ഞ SPO അല്ലെങ്കിൽ STOP സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വേർഡ്, അത് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം? SPOT എന്ന് എഴുതാം, POTS എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ. പക്ഷെ അതേസമയം PSTO എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഈ ഒരു വേർഡിനെ നമുക്ക് കമ്പൈൻ ചെയ്യുന്നതിൽ കുറെ റൂൾസ് ഉണ്ട്. ഈ സൗണ്ട്സിനെ കമ്പൈൻ ചെയ്ത് വേർഡ്സ് ആക്കുന്നതിനും വേർഡ്സിനെ കമ്പൈൻ ചെയ്ത് സെന്റൻസ് ആക്കുന്നതിലും കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്, ഒരു പാറ്റേണിംഗ് ഉണ്ട്. അപ്പൊ അതിനാണ് പറയുന്നത് there are strict rules governing the combination of elements such as sounds and words. സൗണ്ട്സും വേർഡ്സും കമ്പൈൻ ചെയ്യുന്നതിന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ലാംഗ്വേജിൽ, ഹ്യൂമൻ ലാംഗ്വേജിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനാണ് പറയുന്നത് പാറ്റേണിംഗ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് കുറച്ച് ഫീച്ചേഴ്സ് കൂടിയുണ്ട്. അതാണ് സ്ട്രക്ചർ ഡിപെൻഡൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് സെന്റൻസ് ചെയ്യുന്നത്. പിന്നെ റെസിപ്രോസിറ്റി ആൻഡ് ഇന്റർചേഞ്ചബിലിറ്റി. അതായത് ഒരു സ്പീക്കർ നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ വൺ വേ അല്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കും, തിരിച്ചും ഇങ്ങോട്ട് പറയാനും ഉള്ള അവസരമുണ്ട്. അപ്പൊ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീക്കറിന് എപ്പോ വേണേലും ലിസണർ ആവാം, ലിസണറിന് എപ്പോ വേണേലും ഒരു സ്പീക്കറായി മാറാൻ പറ്റും. അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസിപ്രോസിറ്റി ആൻഡ് ഇന്റർചേഞ്ചബിലിറ്റി അതും ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ റാപ്പിഡ് ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ഓർഡർ സിഗ്നൽസ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ഡിസപ്പിയേഴ്സ് ക്വിക്ലി. ഹ്യൂമൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹ്യൂമൻ ലാംഗ്വേജിൽ എന്ന് പറയുമ്പോൾ ഓഡിറ്ററി സിമ്പിൾസ് ആണ്, അത് പെട്ടെന്ന് ഫെയ്ഡ് ആയി പോവുകയും ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ആനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ്, അതായത് ഫെറമോൺസ് ഒക്കെ അവിടെ അവർ സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് അതിന്റെ എഫക്ട് അവിടെ ഉണ്ടാവും. പക്ഷെ ലാംഗ്വേജ് അതായത് ഓഡിറ്ററി സിഗ്നൽസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫെയ്ഡ് ആയി പോവും. ഇനി സ്പോണ്ടേനിയസ് യൂസേജ്. ഹ്യൂമൻ സ്പീക്സ് വോളണ്ടറിലി ആൻഡ് സ്പോണ്ടേനിയസ്ലി വിത്തൗട്ട് കമ്പൽഷൻ. ഒരു കമ്പൽഷനും ഇല്ലാണ്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതാണ് സ്പോണ്ടേനിയസ് യൂസേജ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ സ്പീക്ക് വോളണ്ടറിലി പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആണ് പറയുന്നത്. പെട്ടെന്ന് അത് വോളണ്ടറിലി ആണ്. അതേസമയം വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അറിവോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. പക്ഷെ അതേസമയം സ്പോണ്ടേനിയസ് ആണ്, നമ്മൾ പെട്ടെന്നാണ് വാക്കുകൾ പറയുന്നത്. ഓക്കെ, അതാണ് സ്പോണ്ടേനിയസ് യൂസേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടേൺ ടേക്കിംഗ്. അതായത് നേരത്തെ പറഞ്ഞ റെസിപ്രോസിറ്റി പോലെ തന്നെ കോൺവെർസേഷൻ ഇൻവോൾവ്സ് ടേക്കിംഗ് ടേൺസ് വൈൽ സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടേൺ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഒരാളെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കുമോ? ഇല്ല. അയാൾ സംസാരിച്ച് തീരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ ആൻസർ പറയാനായിട്ട്. സോ അതാണ് ടേൺ ടേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനത്തെ വേണമെന്നില്ല. ഒരു പൂച്ച ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ചു ചെല്ലുന്ന വേഗം ഇതിന് ഇപ്പുറത്ത് വേറൊരെണ്ണം അതിലും വലിയ ഒച്ചയിലായിരിക്കും അത് കിടന്ന് മുരളുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതുപോലെയല്ല ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ അവിടെ ടേൺ ടേക്കിംഗ് ഉണ്ട്. കോൺവെർസേഷൻ ഇൻവോൾവ്സ് ടേൺ ടേക്കിംഗ് വൈൽ സ്പീക്കിംഗ്. ഇനി സ്പെഷ്യലൈസേഷൻ. വോക്കൽ സിഗ്നൽസ് കൺവേ മീനിങ് എക്സ്ക്ലൂസീവ്ലി, നോട്ട് സെർവിങ് അതർ പർപ്പസ് ലൈക്ക് ബ്രീത്തിങ് ഓഫ് ഫീഡിങ്. അപ്പൊ വോക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത്, നമ്മൾ വോക്കൽ നിന്ന് പറയുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് ശരിക്കും എക്സ്ക്ലൂസീവ്ലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സംസാരത്തിന് ആ ഒരു മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാണ്ട് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതായത് ബ്രീത്തിങ്ങിനോ ഫീഡിങ്ങിനോ വേണ്ടി ഒന്നും നമ്മൾ ഈ പറയുന്ന വോക്കൽ സിഗ്നൽസ് യൂസ് ചെയ്യുന്നില്ല. ഇനി കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് സ്പീക്കർ റിസീവ് ദെയർ ഓൺ മെസ്സേജ്. അതായത് നമ്മളിപ്പോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ മെസ്സേജ് നമുക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, നമ്മളും കേൾക്കുന്നുണ്ട്, നമ്മളും അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് എൻഷുറിങ് ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ക്ലാരിറ്റി അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരാളോട് കാര്യം പറയുവാണ്, അത് നമ്മൾ എന്താണ് ആ ടോൺ എന്ന് നമുക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, ആ സൗണ്ട് നമ്മളുടെ ചെവിയിലും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനാണ് വന്ന കംപ്ലീറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹ്യൂമൻ ലാംഗ്വേജിന് ഉള്ളത്. വേഗം ഒന്ന് ഓടിച്ചു നോക്കാം, പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളുക ഇത് എന്തൊക്കെയാണെന്ന്. കുറച്ചേറെ ഉണ്ടത്. യൂസ് ഓഫ് സൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ആ സൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ യുണീക്ക് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി ആനിമൽസിന് സൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യാം. അതേസമയം ഹ്യൂമന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് സിഗ്നൽസിൽ നമുക്ക് റൈറ്റിംഗ് വിഷ്വൽ സിമ്പിൾസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ടാക്ടൈൽ അതായത് തൊട്ട് നോക്കുന്ന സിമ്പിൾസ് ആയിട്ട് മാറ്റാനും പറ്റും. ബ്രെയിൽ ലിപിയൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ആർബിട്രറിനെസ്, ലാംഗ്വേജ് ആർബിട്രറി ആണ്. അതായത് വേർഡും മീനിങ് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയല്ല. അവര് പുറപ്പെടുവിക്കുന്ന മെസ്സേജ് ആ മീനിങ്ങിനെ കൺവേ ചെയ്യുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് തോട്ട്സ് ആണ് അവർ കൺവേ ചെയ്യുന്നത്. ആ ഒരു സൗണ്ടിൽ അവരുടെ ആ ഒരു ഇമോഷൻ ഉണ്ട്, അത് കൺവേ ചെയ്യാനായിട്ടാണ് അവർ ആ ഒരു സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ആർബിട്രറി, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ആർബിട്രറി. ഇനി ലേണിംഗ് റിക്വയർമെന്റ്. ഹ്യൂമൻ ബീങ്സിന് ആ ഒരു ലേണിംഗ് അത്യാവശ്യമാണ്. ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യണമെങ്കിൽ ആ ഒരു സൊസൈറ്റിയായിട്ട് നമ്മൾ ഇടപഴകി ആ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ ആ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ വേണം. ലാംഗ്വേജിൽ എക്സ്പോഷർ വേണം. അതേസമയം ചോംസ്കി പറയുന്നുണ്ട് നമ്മളുടെ ഉള്ളിലും ഒരു ഫാക്കൽറ്റി ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആ വേർഡ് മറന്നു പോരുത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഈ ഒരു ഫാക്കൽറ്റി ഉള്ളവർ, ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ കുട്ടികളും 3 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതിനാണ് ഈ ലാഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടെന്ന് നോം ചോംസ്കി പറയുന്നത്.
ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ ഇല്ലാത്ത ആബ്സ്ട്രാക്ട് ഐഡിയാസിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ കൺമുന്നിൽ ഇല്ലാത്ത കാര്യം, ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയും, വിച്ച് ആനിമൽസ് കനോട്ട് ഡു. ആനിമൽസിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ അതിനുശേഷം ക്രിയേറ്റിവിറ്റി. വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റും, അല്ലെ? നമുക്ക് വളരെ പല രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡുവാലിറ്റി ഓർ ഡബിൾ ആർട്ടിക്കുലേഷൻ. അതായത് ഹ്യൂമൻ ലാംഗ്വേജിന് പല തട്ടുകളായിട്ടാണ് ആ മീനിങ് വരുന്നത്. ആദ്യം ഫോണീംസ് ഉണ്ട്, ബേസിക് ലെവൽ, അതായത് സൗണ്ട് സിസ്റ്റം ഉണ്ട്. ആ സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ മീനിങ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് വേർഡ്, മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ്, അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതാണ് ഡബിൾ ലെവൽ അല്ലെങ്കിൽ ഡുവലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് പാറ്റേണിങ്. ദർ ഇസ് എ പാറ്റേൺ ഇൻ ദ സെന്റൻസ് സ്ട്രക്ചർ. നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് ഈ ഐഡിയ കൺവേ ചെയ്യുന്നതിൽ അതിനൊരു പാറ്റേൺ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പാറ്റേണിങ്. അതിനുശേഷം വളരെ കുറച്ച് കുഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഡിപ്പെൻഡൻസ്, പിന്നെ റെസിപ്രോസിറ്റി, അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ റാപ്പിഡ് ഫെയ്ഡിങ്, പെട്ടെന്ന് ഓഡിറ്ററി സിമ്പിൾസ് ഫെയ്ഡ് ആയി പോകും. പിന്നെ സ്പോണ്ടേനിയസ് യൂസേജ്, ലാംഗ്വേജ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള യൂസേജ് ആണ്. വോളണ്ടറിയിലെ ആണ്, അതേസമയം സ്പോണ്ടേനിയസും ആണ്. പിന്നെ അത് ടേൺ ടേക്കിംഗ്. ഓക്കെ, ഒരു കോൺവെർസേഷനിൽ പെട്ടെന്ന് ഇടക്കേറി പറയല്ല, നമ്മളുടേതായ ടേൺ നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ വോക്കൽ സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. കംപ്ലീറ്റ് ഫീഡ്ബാക്ക്, അതായത് നമ്മൾ പുറപ്പെടുവിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, അതിന്റെ യൂസ് പഠിച്ചു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, പിന്നെ അതിന്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു ആനിമൽ കമ്മ്യൂണിക്കേഷനും ഹ്യൂമൻ ലാംഗ്വേജ് തമ്മിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചു. നമുക്കിനി പഠിക്കാനുള്ളത് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് യൂസ് ആൻഡ് സ്റ്റഡി. ഓക്കെ, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ്. ലാംഗ്വേജിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഫീൽഡുമായിട്ട്, വേറെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്റ്റഡി പോലെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ കുറെ ബ്രാഞ്ചസ് ഉണ്ട് ലിംഗ്വിസ്റ്റിക്സിൽ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബ്രാഞ്ചസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പൊ ആ വേർഡിൽ തന്നെ ഉണ്ട് എന്തൊക്കെയായിരിക്കും. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ആയി, സോഷ്യോ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെ കൊടുക്കാം: സ്റ്റഡീസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ലാംഗ്വേജിന്റെ റോളിനെ പറ്റി പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Examines difference in speech due to factors such as social class, religion, caste, ethnicity, etc. സോ ഇങ്ങനെ ഈ പറയുന്ന ലാംഗ്വേജിന്റെ ഓരോ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലാംഗ്വേജ് ഉണ്ട്. നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ബോസിനോട് സംസാരിക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി ക്വയറ്റ് ഡിഫറെന്റ്. ഇപ്പൊ ക്വയറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം, ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഈ പറയുന്ന സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. സൊസൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ലാംഗ്വേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അത് പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പൊ ഒരു കാസ്റ്റിന്റെ ബേസിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട്. അതേസമയം ഒരു ഏരിയ, റീജിയനെ ബേസ് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് യൂസിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ആ ഒരു ക്ലാസ് ലെവൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ ക്ലാസ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പൊ ഈ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ മീഡിയം ക്ലാസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഓരോ ലെവലിലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റഡിയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്രാഗ്മാറ്റിക്സ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ Pragmatics is the branch of linguistics that deals with the language in use. Language in use. യൂസിലിരിക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറ്റിയുള്ള പഠനമാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ ലാംഗ്വേജ് ഈസ് യൂസ്ഡ്. നമ്മൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അത് പഠിക്കുന്നത് ലാംഗ്വേജ് ഇൻ യൂസ് ഓർ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദിസ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ്. അപ്പൊ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് മീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്?
അല്ലെങ്കിൽ ആ ഒരു സ്പീച്ചിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ലാംഗ്വേജ് വ്യത്യാസം വരും അല്ലെ. ഓരോ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ലാംഗ്വേജ് ആയിരിക്കില്ല സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ. അപ്പൊ സോ ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ലാംഗ്വേജിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നതാണ് ഈ പറയുന്ന പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോക്കസസ് ഓൺ ദ പ്രാഗ്മാറ്റിക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് സച്ച് ആസ് പൊളൈറ്റ്നസ്, സ്ട്രാറ്റജീസ് ആൻഡ് കോൺവെർസേഷണൽ ഇംപ്ലിക്കേഷൻ. അപ്പൊ കോൺവെർസേഷനിൽ വരുന്ന ആ ഒരു ഡിഫറൻസസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജ് ആൻഡ് പവർ. ലാംഗ്വേജും പവറും. ലാംഗ്വേജ് ഈസ് നോട്ട് ഓൺലി എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബട്ട് ഓൾസോ എ ടൂൾ ഓഫ് പവർ. അല്ലേ, ഒരു പവറിന്റെ ടൂളാണ്. നമുക്ക് തന്നെ അറിയാം. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതിനകത്ത് സുരാജ് വെഞ്ഞാറമ്മൂട് പറയില്ലേ, ഇപ്പം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനാണ് കുഴപ്പം? അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ആ ലാംഗ്വേജ്, ഓരോ ലാംഗ്വേജ് നമ്മൾ അച്ചടി ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷേനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റീജിയന്റെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് പല ഡയലക്ട്സ് ഉണ്ട്. മലയാളത്തിന് തന്നെ പല ഡയലക്ട്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ഓരോ ഡയലക്റ്റിനും അതിന്റെ പ്രത്യേകത ഉണ്ട്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അച്ചടി ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അപ്പൊ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റീജിയനിലെ ഭാഷയാണ് നമ്മളത് അച്ചടി ഭാഷയായിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ ലാംഗ്വേജും അതെങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്? അപ്പൊ അവിടെ ഒരു പവർ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പവർ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ റൈറ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത ലാംഗ്വേജ് ചിലപ്പോൾ അതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് ഒരു സ്റ്റാൻഡേർഡ് മലയാളം ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ഓക്കെ. അപ്പൊ സോ അതേസമയം ചിലപ്പോൾ പണ്ടോട്ടെ ആ ഒരു ട്രിവാൻഡ്രം ഭാഷയായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതായിരുന്നു തന്നെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് മാറേണ്ടിയിരുന്നു. അപ്പൊ സോ ആ ഒരു പവർ ഡൈനാമിക്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പവർ ഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് ലാംഗ്വേജിൽ തന്നെ ആ ഒരു ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. സിമിലർ ടു വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്, ലാംഗ്വേജ് ക്യാൻ ബി യൂസ് ടു അക്വയർ, എക്സസൈസ് ആൻഡ് മെയിൻറ്റെയിൻ പവർ. അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പവർ മെയിൻറ്റെയിൻ ചെയ്യാനും അറ്റൈൻ ചെയ്യാനുമായിട്ട് ഒരു ടൂൾ ആയിട്ടും ലാംഗ്വേജിനെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയും നമുക്ക് ലാംഗ്വേജിനെ പറ്റി പഠനം നടത്താം. അപ്പൊ ലാംഗ്വേജും പവറും തമ്മിലുള്ള റിലേഷനെ പറ്റിയും ഉള്ള പഠനം ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വെറൈറ്റീസ്, നമ്മളിപ്പോ മലയാളത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പം ഹാപ്പി ഹസ്ബൻഡ്സിൽ സ്വരാജ് വെഞ്ഞാറമൂടിന്റെ ആ ഒരു മലയാളം അവര് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അവരതിനെ അത് വെച്ചിട്ട് ആ ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരൊരു പവർ ഡൈനാമിക്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വെറൈറ്റീസ് ആർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ പ്രസ്റ്റീജ് ആൻഡ് യൂസ് ടു ലെജിറ്റിമൈസ് എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ. അപ്പൊ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചറിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് നോർംസ് മേ മാർജിനലൈസ് ലോക്കൽ വെറൈറ്റീസ്. അപ്പൊ സ്റ്റാൻഡേർഡ് നമുക്ക് ഇവിടെ ഉണ്ട്. അച്ചടി ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മള് റൈറ്റിംഗ്സിനും അല്ലെങ്കിൽ ഈ പറയുന്ന സക്കർ ഓർഡറിലും എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റി ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വെറൈറ്റിയിൽ നമ്മളിങ്ങനെ എടുത്തു വെക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? മറ്റു ഡയലക്ട്സിനെ നമ്മൾ മാർജിനലൈസ് ചെയ്യുകയാണ്. മറ്റു പല ഡയലക്ട്സ് ഉണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഒരു ഡയലക്ട് ഉണ്ട്, മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ വേറൊരെണ്ണം ഉണ്ട്, കോഴിക്കോട് ഭാഗത്ത് വേറൊരെണ്ണം ഉണ്ട്. അതേസമയം നമ്മൾ ഈ എന്താ പറയാ കോസ്റ്റൽ ബെൽറ്റിലേക്ക് ചെല്ലുമ്പോൾ, തീരപ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ വേറൊരു ഡയലക്ട് ഉണ്ട്, മലമ്പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറൊരു ഡയലക്ട് ഉണ്ട്. അപ്പൊ ഇതിനെ എല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് അതിനെല്ലാം മാർജിനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതാണ് ലാംഗ്വേജും പവറും തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ കിട്ടും. കാരണം ഈ ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു ഹാവ് റെഡ് ഹൗ ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഡിഫൈൻ ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പൊ കുറെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു അല്ലെ. നൗ ട്രൈ ടു ഡിഫൈൻ ലാംഗ്വേജ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ വെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന ഓരോ ഡെഫിനിഷനിൽ നിന്നുള്ള കീ ടേംസ്, കീ ഫ്രേസസും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ. ലാംഗ്വേജ് ഇറ്റ് ഈസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ വോളണ്ടറിലി പ്രൊഡ്യൂസ്ഡ് ആണെന്ന് സാപ്പിൾ പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം. പിന്നെ അതിനുശേഷം അത് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് പറയാം ആർബിട്രറി ആണ്, ലാംഗ്വേജ് ആർബിട്രറി ആണെന്ന് പറയാം, സിമ്പിൾസ് ആർബിട്രറി എന്ന് പറയാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഓക്കെ. ആൻഡ് എന്താ പറയാ, അങ്ങനെ എല്ലാം ചേർത്തിട്ട് എല്ലാ ഡെഫിനിഷനിൽ നിന്ന് ചേർത്ത് ഡെഫിനിഷൻ ഒന്നും എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഡെഫിനിഷൻ ആ പഠിച്ച ഡെഫിനിഷൻസ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈസി അല്ലേ? നമ്മൾ ഓൾറെഡി അത് പഠിച്ചു, അത് എഴുതിയും വെച്ചിട്ടുണ്ട് കുറച്ച് ടേംസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇനി അടുത്തത് ഇൻ സെക്ഷൻ 1.2
we have read how language has been defined in the Oxford Advanced Learners Dictionary. Look at the definition of language in two more dictionaries. Discuss the similarities and differences. അപ്പോൾ ലാംഗ്വേജിന്റെ ഡെഫിനിഷൻസ് വേറെയും ഡിക്ഷണറികൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇതിൽ പറയാത്ത എന്തെങ്കിലും വേർഡ്സ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ടോ, അത് വെച്ചിട്ട് നമുക്ക് അത് എഴുതാനുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത്, യു ഹാവ് റെഡ് ഡിഫറെന്റ് തിയറീസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. വിച്ച് വൺ ഓഫ് ദീസ് തിയറീസ് ഡു യു അഗ്രി വിത്ത്? അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ച് തിയറീസ് കൊടുത്തിട്ടുണ്ട്. 4 തിയറി നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു തിയറി പറഞ്ഞാൽ മാത്രം പോരാ, അത് എന്തുകൊണ്ടെന്ന് പറയണം. ഇപ്പൊ ഞാൻ ഓൾറെഡി അത് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നാച്ചുറൽ സൗണ്ട് തിയറി എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയത്. എന്നിട്ട് അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓണമറ്റോപിക് വേർഡ്സിന്റെ സഹായം ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ. ഇനി അതിനുശേഷം, വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്? ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സോ അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ റീസണും കൂടി പറയണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മാത്രമാണോ ഇവിടെ ലാംഗ്വേജ് കൊണ്ട് യൂസ്? ഇപ്പൊ ഇതിൽ പറയാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മളുടെ എന്താ പറയാ ഡീറ്റെയിൽസ് ഒക്കെ എൻകോഡ് ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡ് കൂടിയാണ്. നമുക്ക് നമ്മളുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി ഒക്കെ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിലാണ്? ലാംഗ്വേജിലാണ് ഇത് എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ സോ നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ എത്നിസിറ്റി എല്ലാം തന്നെ എൻകോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ സോ അതിന്റെ ഫംഗ്ഷനെ പറ്റി നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. What is the meaning of onomatopoeic expression? Give 3 examples of onomatopoeic expression and in your language എന്നാണ്. അത് ക്വസ്റ്റ്യനിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. സോ അപ്പോൾ ഓണമറ്റോപിക് വേർഡ്സ് ആയിട്ടുള്ള 3 ഓണമറ്റോപിക് വേർഡ്സ് നമ്മൾ അവിടെ പറയുക. പിന്നെ ഓണമറ്റോപിക് വേർഡ്സ് എന്താണ്? സൗണ്ട്സ് ദാറ്റ് റെപ്രസെന്റ് മീനിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് ഈ പറയുന്ന ഓണമറ്റോപിക് വേർഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിലും നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓണമറ്റോപിക് എക്സ്പ്രഷന്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുക, 3 എക്സാമ്പിൾ കൊടുക്കുക. കൂബേർഡ്, പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ബസിംഗ് ഓഫ് ബീസ്, ഹിസിംഗ് ഓഫ് സ്നേക്സ്. ഇത് 3 ആണെങ്കിലും മതി. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെയും ഒക്കെ തോന്നുകയാണെങ്കിൽ അതുമൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് സീം ടു ബി കംപ്ലീറ്റ്ലി ആബ്സെന്റ് ഇൻ അതർ ആനിമൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ? അത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പിന്നെ ആർബിട്രറിനെസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. റെസിപ്രോസിറ്റി ഉണ്ട്, പിന്നെ പറയുന്ന പോലെ ക്യൂ ടേക്കിംഗ്, അതായത് ടേൺ ടേക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഡുവാലിറ്റി ഉണ്ട്. അപ്പൊ സോ ഡബിൾ ഈ പറയുന്ന സൗണ്ട് സിസ്റ്റത്തിന് ഡബിൾ ലെയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഡുവാലിറ്റി ഉണ്ട്. പിന്നെ പാറ്റേണിംഗ് ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്, അതായത് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്, പാറ്റേണിംഗ് ഉണ്ട്. അങ്ങനെ ആ പറഞ്ഞ 8, 9, 10 പോയിന്റ്സ് എങ്ങാണ്ടോ, 10, 11 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ ആ ടേംസ് വെച്ച് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ ആ ടേംസ് അതുപോലെ തന്നെ പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിംഗ്വിസ്റ്റിക്സ് പേപ്പർ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കറിയാം ആ ഒരു ടേംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം ഡുവാലിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആസ് ദേ ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ? അപ്പൊ ഡുവാലിറ്റിയും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ് ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി നമുക്ക് റിലേറ്റ് ചെയ്യാനും സംസാരിക്കാനും പറ്റും അല്ലെ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒരു ഡുവൽ ലെവലിലാണ്. അതായത് ഫോണിയം ഉണ്ട്, ബേസിക് സ്ട്രക്ചർ ഫോണിയം ഉണ്ട്, അതായത് സൗണ്ട് സിസ്റ്റം ഉണ്ട്. സൗണ്ട് സിസ്റ്റം കമ്പൈൻസ് ടു ഫോം വേർഡ്സ്. മീനിങ്ഫുൾ സിമ്പിൾസ് ആണ് വേർഡ്സ് എന്ന് പറയുന്നത്. മീനിങ്ഫുൾ സിമ്പിൾസ് ആയിട്ടുള്ള വേർഡ്സ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പൊ അതാണ് ഡുവാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ദെയർ മീനിങ്? വേർഡും മീനിങ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? വേർഡും മീനിങ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പലവട്ടം നമ്മൾ ബിഗിനിങ് തൊട്ട് നമ്മൾ പറയുന്നുണ്ട്, ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡിനും മീനിങ് തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ വേർഡ് ആൻഡ് ദ സിമ്പിൾ ആൻഡ് ദ മീനിങ് ഈസ് ആർബിട്രറി ഇൻ ഹ്യൂമൻ ലാംഗ്വേജിൽ വേർഡും അല്ലെങ്കിൽ ആ പറഞ്ഞ സിമ്പിളും, വേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വേർഡും അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ വേർഡും ദാറ്റ് മീനിങ്, ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് മീനിങ് ഈസ് ആർബിട്രറി ഇൻ ഹ്യൂമൻ ലാംഗ്വേജ്. അത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. എക്സെപ്റ്റ് onomatopoeic words, there isn't any relation between that idea and the word it represents. അത് ആ ഐഡിയനെ റെപ്രസെന്റ് ചെയ്ത വേർഡ് തമ്മിലുള്ള റിലേഷൻ ഒരു റിലേഷനും ഇല്ല എന്ന് നമുക്ക് പറയാം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാം പഠിച്ചു. പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തു. ഇതിൽ ബേസിക് ആണ്. ഈ ഒരു ബേസ് അറിഞ്ഞാൽ മാത്രമേ ഇനി ഹയർ ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറലിസം ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ സ്ട്രക്ചറലിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ജസ്റ്റ് സ്ട്രക്ചറലിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോരുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ആ ക്ലാസ്. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു മനസ്സിലാക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ സ്ട്രക്ചറലിസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോരുക. സോ താങ്ക് യു.